Hello everyone, welcome back to my channel. Our subject is business communication and the topics covered are 7 C's of communication, elements of communication process and the process of communication. Okay, so we'll start the video. Okay, 7 C's of communication. So first one is completeness. The communication must be complete. It should convey all the facts required by the audience, which means that any communication, whether it be personal or professional, it should be complete. That means it should deliver all the facts and information required to send the message to the receiver. So എന്തൊക്കെയാണോ ഒരു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യേണ്ട ആ ഒരു മെസ്സേജ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കൺവേഡ് ആയിരിക്കണം. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതാണ് കംപ്ലീറ്റ്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് കോൺസൈസ്നെസ്, which means communicating what you want to express in the least possible words, which means using minimum but appropriate words. ഒരുപാട് too much content ഇല്ലാതെ ഒരു എന്താ പറയാ ഒരു മിനിമം ബട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോൺ റിപ്പീറ്റബിൾ ആയിട്ടുള്ള വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്ത നോൺ റിപ്പീറ്റബിൾ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം. ഷോർട്ട് ആൻഡ് ലിമിറ്റഡ് ആയിരിക്കണം. ദെൻ അവോയ്ഡ് എക്സസീവ് യൂസേജ് ഓഫ് unnecessary words. ഇതൊക്കെ ആയിരിക്കണം കൺസൈസ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Third one is consideration, which implies stepping into the shoes of others. Effective communication must take into consideration, take the audience into consideration, which means നമ്മൾ ഓഡിയൻസിന്റെ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചർ, മൈൻഡ് സെറ്റ്, വാല്യൂസ് ഇതും കൂടെ ഒന്ന് നമ്മൾ വി ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. അതാണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ബി എംപത്തറ്റിക്. അതായത് നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ റിസീവറിന്റെ സൈഡ് നോക്കിയിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. വി ഷുഡ് ബി എംപത്തറ്റിക് ആയിരിക്കണം. ഓക്കെ, നൗ so next is clarity. The specific message need to be sent instead of trying to send too many messages at a time. അതായത് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആയിരിക്കണം. അതായത് സിമ്പിൾ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം. ടു മെനി മെസ്സേജസ് അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നതിന് പകരം സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് സിമ്പിൾ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം. വളരെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, കുറച്ച് ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഉണ്ടായിരിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ, അപ്രോപ്രിയേറ്റ്, പ്രിസൈസ് വേർഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ച് ക്ലാരിറ്റി ഉള്ള ഒരു മെസ്സേജ് ആയിരിക്കണം. വളരെ സ്പെസിഫിക് ആയിരിക്കണം. നോട്ട് ടു മെനി മെസ്സേജസ് ആവരുത്. ഇതാണ് ക്ലാരിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then next one is concreteness. Concrete communication means being particular and clear rather than fussy and general. Avoids ambiguity and double meaning, which means ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ടു അവോയ്ഡ് മിസ്ഇന്റർപ്രിട്ടേഷൻ. ഡബിൾ മീനിങ് അല്ലെങ്കിൽ വളരെ ആംബിഗ്വസ് ആയിട്ട് വളരെ വേഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ മിസ്ഇന്റർപ്രിട്ടേഷൻ വരാൻ പാടില്ല. വളരെ ക്ലിയറും പ്രിസൈസും ആയിരിക്കണം. വിത്ത് സപ്പോർട്ടിങ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. നമ്മൾ പറയുന്ന മെസ്സേജിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കണം. വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് ഡബിൾ മീനിങ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള മിസ്ഇന്റർപ്രിട്ടേഷൻ ഒന്നും വരാൻ പാടില്ല. അതാണ് കോൺക്രീറ്റ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് courtesy. The message should show the sender's expression as well as should respect the receiver. The sender of the message should be sincerely polite, judicious. ഇപ്പൊ courtesy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ courteous ആയിരിക്കണം നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഷുഡ് ലൈക്ക് സെൻഡർ ടു റിസീവർ ഒരു ഗുഡ് വിൽ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം മെസ്സേജ് എന്ന് പറയുന്നത്. ഒരു റെസ്പെക്ട്, വളരെ പൊളൈറ്റ് ആയിരിക്കണം, ഒരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം, വളരെ പോസിറ്റീവ് ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം. And it should consider the feeling of the
the receiverന്റെ ഫീലിങ്സ് ടേക്ക് കെയർ ചെയ്തുകൊണ്ടുള്ള വളരെ സിൻസിയർലി വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം മെസ്സേജ് എന്ന് പറയുന്നത്. ഷുഡ് ബി അൺബയസ്ഡ്, പോസിറ്റീവ് ആൻഡ് ഫോക്കസ്ഡ്. അപ്പൊ അതാണ് കേർട്ടസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കറക്റ്റ്നെസ് ഇൻ കമ്മ്യൂണിക്കേഷൻ മീൻസ് ദാറ്റ് correctness in communication means that there are no grammatical errors in communication. So correctness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ് ക്ലിയർ മെസ്സേജ് ആയിരിക്കണം. അതിനകത്ത് കറക്റ്റ് ലാംഗ്വേജ്, കറക്റ്റ് ഗ്രാമർ ഒക്കെ ആയിരിക്കണം. വളരെ എറേഴ്സ് ഒന്നും ഉണ്ടാവാതെ ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ ഷുഡ് ബി കറക്റ്റ്. അതാണ് കറക്റ്റ്നെസ്. സോ ഇത്രയുമാണ് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഈ പറയുന്ന 7 C'സും ഉണ്ടായിരിക്കണം. അപ്പം ഈ പറയുന്ന 7 C'സും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് ഒരു പ്രോപ്പർ അല്ലെങ്കിൽ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. എത്ര എലമെന്റ്സ് ഉണ്ട്? 7 എലമെന്റ്സ് ആണുള്ളത്. 7 മേജർ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സസ് ഉണ്ട്. Center, the ideas അല്ലെങ്കിൽ the message. Third one is encoding. Fourth is a communication channel. Fifth is a receiver. Sixth one decoding. Seventh one is a feedback. ഇത്രയുമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും എലമെന്റ്സ് വെച്ചിട്ട് എന്താണ് the process of communication എന്നുള്ളത് നോക്കാം. So the process of communication involves the following steps. First is the center. From central നിന്നാണ് first ആ process start ചെയ്യുന്നത്. The person who conveys his thoughts, message or ideas to the receiver is known as the center. So he is at the starting point of the communication system and represents the source of communication. ഓക്കെ, സോ ആരാണോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുള്ളത് അയാളാണ് സെന്റർ എന്ന് പറയുന്നത്. ആരാണോ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന അയാളെയാണ് സെന്റർ എന്ന് പറയുന്നത്. ഹി ഈസ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആൻഡ് റെപ്രസെന്റ്സ് ദ സോഴ്സ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് മെസ്സേജ്. The subject matter of communication is termed as message. It includes ideas, feelings, suggestions, orders, etc. എന്താണ് മെസ്സേജ്? That which the center wants to communicate to the receiver. എന്താണോ സെന്ററിന് റിസീവറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, that's called message. It can be ideas, feelings, suggestions, etc. Okay. Next is encoding. The process of converting messages into communication symbols which may be understood by the receiver. It includes words, pictures, gestures, symbols, etc. അതായത് encoding translates the message അല്ലെങ്കിൽ the thought of the center to a language that can be understandable. മനസ്സിലാക്കാൻ പറ്റുന്ന, റിസീവറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. സെന്ററിന്റെ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സെന്ററിന്റെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ തോട്ടിന് റിസീവറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് വൺ, മീഡിയ. ദ പാത്ത്, ചാനൽ or medium through which encoded message is transmitted to the receiver is known as medium. It is a carrier of the message. ഇപ്പൊ മെസ്സേജ് ക്യാരി ചെയ്യുന്ന ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു ചാനലിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ലൈക്ക് റിട്ടൺ ഫോം. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റിട്ടൺ ഫോം, ഫേസ് ടു ഫേസ് ആകാം, ടെലഫോൺ, ത്രൂ ഇന്റർനെറ്റ് എക്സെട്ര. ഇതൊക്കെയാണ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡീകോഡിംഗ്. The process of translating the encoded message into an effective language which can be understood by the receiver is known as decoding. Okay, encoded message ne convert ചെയ്ത് റിസീവറിന് മനസ്സിലാക്കുന്ന രീതിയിലാക്കുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. Okay, next, receiver. The person who receives the message of the center is known as receiver. Next is feedback. In order to complete the process of communication,
feedback is essential. The process of reversal of communication in which the receiver expresses his reaction to the center of the message is known as feedback. Feedback ensures that the receiver has received and understood the message. Okay. So feedback എന്ന് പറയുന്നത് റിസീവറിന്റെ സൈഡിൽ നിന്ന് വരുന്നതാണ്. റിസീവറിന്റെ ഒരു റിയാക്ഷൻ, അതായത് മെസ്സേജ് റിസീവ് ചെയ്തു അല്ലെങ്കിൽ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഫീഡ്ബാക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ മെസ്സേജ് സെൻഡ് ചെയ്തു, റിസീവറിന്റെ സൈഡിൽ നിന്ന് അത് റിസീവ് ചെയ്തു എന്നുള്ള ഒരു അക്നോളജ്മെന്റ്, അതാണ് ഫീഡ്ബാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ദ മെയിൻ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു ലാസ്റ്റ് പ്രോസസ് കൂടെ ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് നോയ്സ്. Any hindrance which hampers the communication process is known as noise. The hindrance may be caused to the sender, message, or the receiver. It acts as a barrier to effective communication, and because of this, message is interpreted differently by the receiver. So, നമ്മുടെ മെസ്സേജ് സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് എത്തുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു തടസ്സം നേരിടുകയാണെങ്കിൽ അതിനെ നമുക്ക് നോയ്സ് എന്ന് പറയാം. And it acts as a barrier to effective communication. And there are chances that because of this noise, there are chances that the message is misinterpreted by the receiver. Okay. The examples of noise എന്ന് പറയാനാണെങ്കിൽ disturbance in telephone line. ഇപ്പം telephonic communication ആണെന്നുണ്ടെങ്കിൽ and there is a disturbance in the telephone line. So it can act as a barrier to effective communication. So it is considered as a noise. Then poor internet connection. അല്ലെങ്കിൽ improper gestures and postures. ഇപ്പം എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിന് മാച്ച് ചെയ്യാത്ത ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സും ആണെന്നുണ്ടെങ്കിൽ റിസീവർ അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതിനെയും നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് ഇത്രയും ചേരുന്നതാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.